ശബരിമലയിൽ വീണ്ടും തിരക്ക്. 10 മണിക്കൂറോളം ക്യൂ നിന്നാണ് പലരും ദർശനത്തിനായി എത്തുന്നത്. മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ തിരക്ക് ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ സന്നിധാനത്ത് വിന്യസിക്കും. 18 മണിക്കൂറായി ഞാൻ ലൈനിൽ നിൽക്കണം. ഇന്നലെ 5 മണിക്ക് ഞാൻ കയറിയതാ ലൈനിൽ പമ്പയിൽ. അവിടെ നിന്ന് ഇവരൊരു എങ്ങാണ്ടോ കൊണ്ട് കയറ്റിയിട്ടു. 3 മണിക്കൂർ അവിടെ കൂട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഇപ്പം ഇവിടെ എത്തി. ബാക്കി 50 ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ 5 വരെ വിട്ടാൽ ബന്ധാവും. കാരണം ഇവിടുന്ന് ഇവരുടെ ആൾക്കാരെ വിടണം. കാലൊക്കെ ഇതായി കാണുന്നിട്ട് ഇവർക്ക് ഇവിടെ ഇവരുടെ ആൾക്കാരെ നോക്കാനായിട്ടാണ് സമയം. ഇത്രയും വയസ്സന്മാരെ ലൈനാണെന്ന് ഇത് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ കയറിയതാണ്. ഇപ്പൊ ഇവിടെ ആയിക്കോട്ടെ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ പ്രകാരം പോകണം വിചാരിച്ചിട്ടാണ്. നമുക്കെന്ന് വെച്ചാൽ പാർട്ടിയും കാര്യങ്ങളില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് ഓരോരുത്തർ കയറുക ഇറങ്ങുക ഇതന്നെ. ഈ ലൈന് മാത്രം മൂവ് ആവുന്നില്ല. ഈ പൊളിറ്റിക്സ് ഉള്ളവരും അല്ലെങ്കിൽ ആൾക്കാരുള്ളവർക്ക് വേഗം കയറി പോവാന്നും നമ്മൾ പാവപ്പെട്ടവരിങ്ങനെ ലൈനിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കുക. ചുക്ക് കാപ്പി ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡറിൽ എത്തുന്നുണ്ട്. ഞങ്ങളിവിടെ കൊടുക്കുന്ന എന്താ ഈ ദേവസ്വം മന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ അതോ ഈ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്? ഇന്ന് നേരം വെളുത്ത് ഇതുവരെ ഒരു ആരെങ്കിലും ഒന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടോ? സമയം ഇന്നിപ്പോ എത്രയായി ഞങ്ങളിവിടെ വന്നിക്കൂടെ? ഇവിടെ പട്ടിണിയും കിടന്ന് വിറച്ച് ചാകം കിടക്കുക. ആരെങ്കിലും ഇവിടെ ഇപ്പൊ എണ്ണത്തെ പിന്നെ തളർന്ന് വീട് കൊണ്ടുവരുന്നുണ്ട്. അത് ചത്ത അതിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി, എന്റെ മക്കൾക്ക് പോയി. ഈ പറയുന്നവന്മാരെ തന്തയ്ക്കും തള്ളയ്ക്കും ആർക്കും നഷ്ടം വരുമല്ലോ? വരുമോ? ഞാൻ 38 കൊല്ലം മല ചവിട്ടിയാണ്. ഇത് 39ാമത്തെ കൊല്ലാ. അറിയോ? ഇത് ഈ 38 കൊല്ലം ഇങ്ങനെ ഒരു ക്യൂ ഉണ്ടായിട്ടില്ല, ഒരു പിടിച്ചെടലും ഉണ്ടായിട്ടില്ല. ഈ കൊല്ലം മാത്രമാണ് ഒരു പിടിച്ചെടലും ഉണ്ടായത്. ആരോട് പറയും?